എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഒരുപക്ഷെ ലവ് ലെറ്റർ ആയിരിക്കും. അവൻ അതിനൊന്നും കഴിവില്ലടാ, വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് വരാം. നല്ലവരായി ജനിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളും നമ്മുടെ കൂടെ തന്നെ ജനിക്കും. അതിൽ മുന്നേറി വരുന്നവർ മാത്രമേ ജയിക്കൂ. തോറ്റുപോകുന്നവർ പാതി വഴിയിൽ. എൻ്റെ പേര് ശിവറാം. ഹലോ ആൻറ്റി. വേദയും ഞാനും അറിഞ്ഞു. കോളേജിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുക, സുവോളജി. തനിക്ക് മൃഗങ്ങളെക്കുറിച്ചല്ലാതെ മനുഷ്യനെക്കുറിച്ചൊന്നും അറിയില്ലേ? ശരി, അത് പോട്ടെ. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? എന്തുകൊണ്ട് പറ്റില്ലെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എൻ്റെ ഡിസിഷൻ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പോകാം. ദേ നോക്ക്, പെൺകുട്ടികളെക്കുറിച്ച് ഓരോ അച്ഛന്മാർക്കും 3 കാര്യങ്ങളാണ് മുഖ്യം. 1, മകൾ ഒരുത്തൻ്റെ കൂടെ പോയാൽ സുരക്ഷിതയായിരിക്കോ എന്ന്. 2, കംഫർട്ടബിളായി ഇരിക്കോ ഇല്ലയോ എന്ന്. 3, അവളെ കെട്ടിച്ചു വിട്ടാൽ അവൾ സന്തോഷവതി ആയിരിക്കണമെന്ന്. ഈ 3 നിന്നെ കൊണ്ട് പറ്റില്ല. പോയി പഠിപ്പിക്കാൻ നോക്കാം. പയ്യനെ കണ്ടിട്ട് നല്ല അറിവുള്ള പോലെയുണ്ട്. കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? എന്റെ പ്രശ്നം അത് തന്നെ. ബുദ്ധി കൂടുന്നവരും സ്നേഹിക്കാനുള്ള കഴിവ് കുറയും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ അച്ഛനീ പറയുന്നേ? ശിവറാം നല്ലൊരു മനുഷ്യനാ. അതാണ് പ്രശ്നം വേദ. അധികം നന്മയുള്ളവർ വിജയിക്കില്ല. അതൊരു വീക്ക്നെസ്സാ. എനിക്ക് അവന്റെ അച്ഛനെ അറിയാം. അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നവരെ ഭയങ്കര നന്മവരായിരുന്നു. ഇവനും അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ അച്ഛാ. നോക്ക്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവന് കെട്ടിച്ചേനെ. പക്ഷെ അവന് കൊടുക്കാൻ മാത്രമേ അറിയൂ, വാങ്ങാൻ അറിയില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കടമ മക്കളെ വളർത്തുന്നത് മാത്രം. വേദ, നീ അച്ഛനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ പറഞ്ഞത് കറക്റ്റാ വേദ. കുട്ടികളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ കടമ. അതുകൊണ്ട് പറയാ, തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കി തരേണ്ട പ്രായം കഴിഞ്ഞു. ഇനി പറയില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. നിന്റെ പേരൻസ് എന്താ പറഞ്ഞേ? ഇനി അവരെന്റെ പേരൻസ് അല്ല. നമുക്ക് പോവാം. എന്തിനായാലും പേരൻസ് അല്ലേ, ഒന്ന് ആലോചിച്ച്. ശരി, നീ പറ. ഞാൻ വേറെ എന്താ ചെയ്യണ്ടേ?
കേൾക്കാൻ ആരുമില്ലെങ്കിലും അവസാനമായിട്ട് ഞാനൊന്ന് പറയാം. അടുത്ത ലൈഫ് ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ നല്ലവനായി ഒരിക്കലും ജനിക്കരുത്. നല്ല ഗുണങ്ങളോടുകൂടി ഒരിക്കലും ജനിക്കാൻ പാടില്ല. മഴ തോരുന്നവരെ ഞാനിവിടെ നിന്നോട്ടെ. ഇനി കയറങ്ങാൻ ഇവർ കണ്ടാൽ നിങ്ങൾ ഡോർ ലോക്ക് ചെയ്തായിരുന്നോ? എനിക്ക് സൈനസ് ഉള്ളതോ. മഴ നനഞ്ഞാൽ കോൾഡാവും, പിന്നെ തലവേദനയാകും. ഇഫ് യു ഡോണ്ട് മൈൻഡ് അകത്തേക്ക് പോകാം. പുറത്ത് ഇത്രയും വലിയ മഴ ഉണ്ടായിട്ടും എങ്ങനെ ഇവിടെ നനയാതെ എത്തി? എനിക്ക് മഴ നനയാതെ മഴയത്ത് നടക്കാനാവും. ഞാൻ മനസ്സിൽ പറഞ്ഞത് നിങ്ങൾക്കെങ്ങനെ? മനുഷ്യൻ്റെ ചിന്ത ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ ഒറ്റയ്ക്കല്ലേ? കുഞ്ഞിന് അമ്മയുടെ ചായയാണല്ലോ.